എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ സുരേഷ് അവന്റെ നാട്ടിലേക്ക് നമ്മളെയൊക്കെ വിളിക്കുകയാണ്. കുളിർ ആസ്വദിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്കാണ്. മൂന്നാറിൽ അന്തരീക്ഷ താപനില മൈനസിലെത്തിയതോടെ ക്രിസ്മസ് ദിനത്തിലടക്കം വൻ തിരക്കായിരുന്നു. സഞ്ചാരികളുടെ എണ്ണം കൂടിയതോടെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്കും രൂക്ഷമായി. മൂന്നാറിലെ പുൽമേടുകളിൽ മഞ്ഞ് വീണതും വാഹനങ്ങളുടെ മുകളിൽ ഐസ് ഉറഞ്ഞതും ചുരുങ്ങിയ സമയം കൊണ്ട് ലോകമറിഞ്ഞു. തുടർച്ചയായി 2 ദിവസം -ഡിഗ്രിയിൽ താപനില എത്തിയതും സ്കൂൾ കോളേജുകൾ അടച്ച് അവധിക്കാലം ആരംഭിച്ചതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുരുങ്ങുന്ന സ്ഥിതിയുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഴയ മൂന്നാർ മുതൽ മാട്ടപ്പട്ടി ഡാം വരെയുള്ള ഭാഗം, പിന്നെ മറയൂർ റോഡിലേക്ക് പോകുന്ന ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ ടൗണിന്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസ് ഡിപ്ലോയ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റോഡ് അല്പം കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ മറ്റേ റോഡ് ഒന്ന് ക്ലോസ് ചെയ്ത് ഇത് കൂടുതൽ നടത്തിവിടാനുള്ള സംവിധാനത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും വയർലെസ് സംവിധാനം കൂടി കൊടുത്തിട്ടുണ്ട്. ലക്ഷ്യസ്ഥാനത്തെത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നുണ്ട്. റോഡുകളുടെ വീതി കുറവാണ് ഗതാഗതക്കുരുക്കിനുള്ള പ്രധാന കാരണം. ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധിയാണ്. റിപ്പോർട്ടർ, ഇടുക്കി. നമ്മളൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തിരക്കുള്ള കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വരാനുള്ള ഒരു സൗകര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ വാഹനമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും വന്ന് പാർക്ക് ചെയ്യാം. അതുപോലെ സൂക്ഷിച്ച് വാഹനം ഓടിക്കുക. അങ്ങനെ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്.